PC ജോർജ് ചേരുന്നുണ്ട്. ശ്രീ PC ജോർജ്, നമുക്കറിയാം ഇപ്പോൾ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം കക്ഷത്തിലിരിക്കുന്നത് പോകാനും പാടില്ല, ഉത്തരത്തിലിരിക്കുന്നത് കിട്ടിയിട്ടുമില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. എങ്ങനെയാണ് താങ്കൾ ഈ ഒരു നിലപാടിനെ നോക്കിക്കാണുന്നത്? എനിക്കറിയാം താങ്കൾ BJP-യിലേക്ക് ഒരു ക്ഷണമൊക്കെ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, പക്ഷേ ജോസ് കെ മാണി അത് സ്വീകരിക്കുന്നില്ല. അതെ, അയാളെ ഒന്ന് ഞാനയാളെ സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞത്, അയാളെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ല, അല്ലെ ക്ഷണിച്ചതല്ല. യഥാർത്ഥം എന്താ, 3 സീറ്റുണ്ട്. അതിപ്പോഴത്തെ എംമാരുടെ എണ്ണം വെച്ച് 2 എണ്ണം അല്ലെങ്കിൽ LDF-നും 1 UDF-നും കിട്ടും. അപ്പൊ LDF-ന് 2 എണ്ണം കിട്ടുള്ളൂ. LDF നിൽക്കുന്ന മാണി. അതിൽ ഇപ്പം 1 സീറ്റ് ആരുടെ CPM-ന്റെ, 1 സീറ്റ് ആരുടെ CPI-യുടെ, 1 മാണിയുടെ. സ്വാഭാവികമായിട്ട് CPI-യുടെ 1 സീറ്റ് അവർ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അതെങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റും? 18 MLA ഉള്ള CPI 5 MLA ഉള്ള ജോസഫ് മാണിക്ക് വിട്ടുകൊടുക്കുമെന്ന് എങ്ങനെ അതിന്റെ മര്യാദ? എന്ത് ന്യായമുണ്ട്? ആ സെയിം കേസാണ് CPM-നും. CPM-ന് സീറ്റൊന്നും കൊടുക്കാന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓൾ ഇന്ത്യ ലെവലൊക്കെ 4 MP-മാരാണ് ആകെ ഉള്ളത്. അവരുടെ അഖിലേന്ത്യാ പാർട്ടി എന്നാലും മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം അവർക്കുണ്ട്. അപ്പൊ അവർക്ക് സീറ്റ് വിട്ടുകൊടുക്കാൻ കഴിയില്ല. മാണി എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. ഈ മാണി ഇവിടെ സ്വന്തം പാലാ നിയോജകമുള്ള 10 വോട്ട് പിടിക്കാൻ കഴിവില്ലാത്തവൻ എന്നെ തന്നെ രാജ്യസഭ ചോദിക്കാൻ നാണം വേണ്ട ഇവനൊക്കെ. എന്താ ചോദിക്കും? മുന്നണി ബന്ധത്തിന്റെ പേരിൽ മനുഷ്യ കളിപ്പിച്ച് ഓരോ സാധനം കൊണ്ടു നടക്കുന്ന ഓരോ APM-മാർ രാജ്യത്തുണ്ട്. അവനെയൊക്കെ മര്യാദ പഠിപ്പിക്കണം എന്ന് എന്റെ അഭിപ്രായം. ഞാനതിനെതിരാ. അർഹതയില്ലാത്ത ഞാനിങ്ങനെ കടകക്ഷിയായിട്ടും പോയിട്ടുണ്ട്, പക്ഷെ അതിന് അർഹതയില്ലാത്ത ഞാൻ ഇന്നുവരെ ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിക്കുകയില്ല, എനിക്കിഷ്ടമല്ല. അത് ശരിയല്ല നടപടിയെന്ന് എന്റെ അഭിപ്രായം. ഞാൻ പച്ചയ്ക്ക് കാര്യം പറയാറുണ്ട്. ഇവിടെ ജോസ് കെ മാണിക്ക് ചോദിക്കാൻ അവകാശമില്ലെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അത് CPM എടുക്കും, മറ്റേ മുസ്ലിം കൊടുക്കാൻ കോൺഗ്രസ് ആയി ആ പ്രശ്നം തീർന്നു. അങ്ങനെ സൗമ്യ തീർക്കുന്നതിന് വഴക്കുമായിട്ട് നടക്കുക. ആര് കേൾക്കാൻ? വേറെന്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചോദിച്ചുകൊണ്ടും ഈ കേരള കോൺഗ്രസ് പിരിച്ചുവിടാൻ സമയം കഴിഞ്ഞു. എന്തിനത്? മനുഷ്യ കളിപ്പിക്കാൻ വേണ്ടി കൃഷിക്കാരന്റെ പേരും പറഞ്ഞ് കച്ചവടത്തിന് വേണ്ടി മാണിയും ജോസഫും കൊണ്ട് ഉണ്ടാക്കിയ സ്ഥാപനമല്ലേ ഇത്? വല്ല കാര്യം ആർക്കെങ്കിലും ഉണ്ടോ? മുഴുവൻ കൊള്ളയില്ല, മോഷണവും പിടിച്ചുപറി. ഇത് കൈക്കൂലിക്കാരില്ലാത്ത പേര് പറയാമോ ഇതിനകത്ത്? ഈ മാണിയിലും ജോസഫിലും ഈ ജോസ് കെ മാണിയിൽ എത്ര 1000 കോടി രൂപ ഉണ്ടെന്ന് ചോദിച്ചു അവരോട്. ഞാൻ മോട്ടിച്ചല്ലേ, പിടിച്ചു പറിച്ചില്ലേ? അപ്പൊ മന്ത്രി ആയിരുന്നപ്പോ അപ്പനെ കൂടെ വിറ്റുണ്ടാക്കിയതല്ലേ? സ്വന്തം അപ്പനെ മുഖ്യമന്ത്രിയാണ് പാടിന്റെ മഞ്ഞ് എടുത്തിട്ടാണ്. പിന്നെ എങ്ങനെ ദൈവാനുഗ്രഹം ഉണ്ടാവും? ഇതൊക്കെ തീർന്നു പോകും, ഒരു സംശയം ഉണ്ടെങ്കിൽ കോൺഗ്രസ് പിരിച്ചുവിടണമെന്ന് എന്റെ അഭിപ്രായം. പച്ചയ്ക്ക് പറയുക. ശ്രീ PC ജോർജ്, ഞാൻ ഒറ്റ ചോദ്യം കൂടി ചോദിച്ചോട്ടെ. അതായത് നമുക്കറിയാം കേരളത്തിലെ രാഷ്ട്രീയ അധികായന്മാരിൽ ഒരാളായിരുന്നു ശ്രീ മാണി സാർ. എന്തായാലും ആ സാറിന്റെ മകനാണ്, ആ സാർ ഉണ്ടാക്കിയിട്ടുള്ള ഗ്രൂപ്പാണ്, പാർട്ടിയാണ്. അപ്പൊ എന്തായാലും ഈ ഒരു അതായത് കേരള കോൺഗ്രസ് M എന്ന് പറയുന്ന ആ ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ലാതാകുന്നു എന്നാണോ താങ്കൾ സൂചിപ്പിക്കുന്നത്? ഒരുപക്ഷെ തലസ്ഥാനത്ത് പോലും ഒരു വിലയില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് പലപ്പോഴും. എവിടെ ഇരിക്കുന്ന ഈ സാധനം? ഞാൻ പറയാം, പൂഞ്ഞാർ നിയമത്തിൽ ഞാൻ നീരാജോട്ടെ ഇരിക്കുക. എന്റെ നിയമത്തിൽ മാണി ഗ്രൂപ്പ് എന്ന് പറയാൻ 10 വോട്ടില്ല. 10 വോട്ട്, 10,000 അല്ല 10, മനസ്സിലായി? 100 അല്ല 10, മനസ്സിലായി? 10 വോട്ടുണ്ടെ ചൂണ്ടിക്കാണിക്കട്ടെ, കൊടുക്കാമെന്ന് ഞാൻ പറയുന്നത്. വെറുതെ കൊണ്ടുനടക്കല്ലേ. ജോസഫ് എവിടെ ഇരിക്കും? ജോസഫ് കോട്ടയത്ത് ഇത് തന്നെ മത്സരിച്ചപ്പം UDF വോട്ട് മേടിച്ച് ജോസഫിന്റെ ആള് ഫാസിസം ജയിച്ചു എന്ന് വിചാരിച്ച് ജോസഫ് ഉണ്ടോ? എന്റെ നിയമത്തിൽ മുഴുവൻ നോക്കിയിട്ടാ ഞാൻ പറയുന്നത്. കോട്ടയം ജില്ല മുഴുവൻ നോക്കി എവിടെ ജോസഫ് പിള്ള പറയട്ടെ, എവിടെ മാണിയുള്ളത്? സ്വന്തം നിയോജകമുള്ള പാലാ നിയമത്തിൽ പോലും തകർന്ന് തരിപ്പണമായ ജോസ് കെ മാണിക്കിന് സീറ്റ് വേണമെന്നതിന് ന്യായം. ഇതിനൊക്കെ ഉപേക്ഷിക്കണം, ജോസഫിന്റെ മാണിയൊക്കെ ഉപേക്ഷിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. അവരൊക്കെ കോൺഗ്രസിലോ കമ്മ്യൂണിസ്റ്റിലോ ചേരട്ടെന്ന്, അതല്ല അതിന്റെ മര്യാദ. എന്നിട്ട് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കൃഷിക്കാരന്റെ പാർട്ടി എന്ന് പറഞ്ഞു. ജോസഫ് കൃഷിമന്ത്രിയായിരുന്നു, കൃഷിയല്ല റവന്യൂ മന്ത്രിയായിരുന്നു, മാണി നിയമമന്ത്രിയായിരുന്നു. എന്തുകൊണ്ട് ഇടുക്കി കണ്ണൂർ മേഖലയിലുള്ള പാവപ്പെട്ട കൃഷിക്കാരന് പട്ടയം കൊടുത്തില്ല? പട്ടയം കൊടുക്കുന്ന പറഞ്ഞാൽ ഇവനെ കൂടെ അധികാരത്തിൽ തന്നെ കൊടുക്കണ്ടേ? കൊടുത്തോ? ഇല്ലല്ലോ. മനുഷ്യ കളിപ്പീരുമായിട്ട് വഞ്ചനയായിട്ട് ഇറങ്ങിയിരിക്കുന്ന കച്ചവടക്കാർ ഇവനെയൊക്കെ മര്യാദ പഠിപ്പിക്കണമെന്നുള്ള അഭിപ്രായത്തിൽ പിരിച്ചുവിടണം. കുറച്ച് അഭിപ്രായമുണ്ട്. ശരി, വളരെയധികം നന്ദിയുണ്ട് ശ്രീ PC ജോർജ് ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും രാജ്യസഭാ സീറ്റിൽ നിലപാട് CPI കടുപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ആ സീറ്റിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കുകയാണ് കേരള കോൺഗ്രസ് M-ഉം. ഇപ്പോഴിതാ PC ജോർജ് അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം കൂടി കേരള വിഷനോട് പങ്കുവച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്.